ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിടങ്ങൂരുള്ള ഈ മനോഹരമായ വീട്ടിലാണ് എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 7 പില്ലറുണ്ട്. 7 പില്ലറുകളും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിമനോഹരം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ട് വിലയിരുത്തുക. ഈ പില്ലറിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 7 പില്ലറുണ്ട്. ക്ലാഡിംഗ് ടൈൽ ഡിസൈനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാഡിങ്ങിൻ്റെ നമ്മൾ സാധാരണ ചെയ്ത് വരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു ക്ലാഡിംഗ് ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻഡിഗോയുടെ ഫൈൻ പ്ലാസ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. അത്യാവശ്യം നമുക്ക് എളുപ്പം നിട്ടുമാറാവുന്ന ടൈപ്പ് കുട്ടിയാണ്. ഇത് 2 കോട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കണം. 2 കോട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇടാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ ഒറ്റ കോട്ടിൽ തന്നെ ഡിസൈൻ ഇട്ട് മാറുന്നതാണ്. ഇവിടെ നമ്മൾ 2 കോട്ടിട്ട് മാറേണ്ടതുണ്ട്. മെറ്റീരിയൽ അല്പം കൂടുതലാവുമെങ്കിലും നമുക്ക് ഡിസൈൻ ആ പാറ്റേൺ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും 2 കോട്ട് ഇട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 കോട്ട് ഇടുന്നത്. രണ്ടാമത്തെ കോട്ടിട്ട് മാറുക. ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കോട്ടിടുക. നമ്മൾ സാധാരണ ക്ലാഡിംഗ് ടൈലിൻ്റെ ഡിസൈൻ ഇടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് മാറാവുന്നതാണ്. അത് കാണുന്ന രൂപത്തിൽ കൊണ്ട് ഞാനിത് അല്പം സ്ലോ ആക്കി കാണിച്ചത്. ഈ രൂപത്തിൽ തന്നെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുമാണ് ക്ലാഡിംഗ് ടൈലിൻ്റെ ഡിസൈനെ കുറിച്ച്. അതുപോലെ ഇട്ട് മാറുക. പാറ്റേൺ പൂർത്തീകരിച്ച ശേഷം അതേ ബ്ലേഡ് കൊണ്ട് തന്നെ നമ്മൾ അല്പം ഒന്ന് ഒതുക്കി കൊടുക്കണം. അല്ലെങ്കിൽ പൊട്ടി തൊടിയാൻ സാധ്യതയുണ്ട്. അല്പം ഒന്ന് വലിഞ്ഞതിന് ശേഷം സ്റ്റീൽ ട്രവൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം. നമുക്ക് അതിൻ്റെ പാറ്റേൺ ഇട്ട് മാറാവുന്നതാണ്. ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാനിവിടെ പാറ്റേൺ ഇട്ട് മാറുന്നത്. അതായത് ഏതാണ്ട് 1.25 ഇഞ്ച് അകലത്തിലാണ് ഞാൻ ഈ പാറ്റേൺ ഇട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് പേപ്പർ കൊടുക്കുക. അത് പിറ്റേ ദിവസം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പേപ്പർ പിടിക്കുക. അതിനുശേഷം പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ബ്ലാക്ക് എമിഷൻ, അത് ഇൻഡിഗോയുടെ ബ്ലാക്ക് എമിഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എമിഷൻ 2 കോട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ബ്ലാക്ക് കിട്ടൂ. ഡിസൈൻ മേക്കിലേക്ക് മാറും. ഞാൻ പറഞ്ഞ 2 കോട്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ഒരു വ്യത്യസ്തമായ ഡിസൈനാണ്. ഗ്രേ ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബ്ലാക്കും ഗ്രേയുടെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
8295 എന്ന നമ്പറുള്ള അപ്പെക്സ് ആണ് ഇവിടെ നമ്മൾ ഡിസൈനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇവിടെ നമ്മൾ ടോപ്പ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡിഗോയുടെ സ്റ്റോൺ ക്ലിയറാണ്. സ്റ്റോൺ ക്ലിയർ ഉപയോഗിക്കാൻ കാരണം ഇവിടെ നമ്മുടെ ഈ വർക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കളറിങ് ഒക്കെ കഴിയുമ്പോൾ അതിന് കുറേ കഴിയുമ്പോൾ ഫെയ്ഡാകാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ ക്ലിയർ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഈ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടങ്ങൂർ ടൗണിൻ്റെ അടുത്ത് ഏതാണ്ട് 300 മീറ്റർ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആ കണ്ടത്തിൻ്റെ ആ മനോഹാരിത നമുക്ക് ദൃശ്യമാകുന്ന ഒരു വീട് ലൊക്കേഷനാണ്. വളരെ മനോഹരമായിട്ടാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്ന ലൊക്കേഷൻ. ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് സതീശൻ എന്ന കോൺട്രാക്ടറാണ്. അദ്ദേഹവും കടങ്ങൂരുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പല വർക്കുകളും ഞാൻ ടെക്സ്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.